നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നെട്ടോട്ടത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ ഉയർന്നു വരാറുള്ള പല പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു പതിവാണ്. പക്ഷേ ഇത്തവണ അതിലൊക്കെ വല്ലാതെ അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ. അത് പ്രചരണ രംഗത്തും വല്ലാതെ പ്രകടമാണ്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയൊരു കടമ്പയുണ്ട്. വോട്ടർമാരെ കയ്യിലെടുക്കണം, അവരെ പലതും ബോധിപ്പിക്കണം, അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും വേണം. അതിലേക്ക് കടക്കാൻ ഇനിയും പല സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. വിശദമായ വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ച. വോട്ടെടുപ്പിന് ഇനി 18 നാൾ. പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് പത്രിക നൽകും. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് തുടക്കം. ഞാൻ 100% തയ്യാറാണ്. നോക്കി, ഞാൻ ഒളിച്ചോടുന്ന ആളല്ല, പിന്നെ വെറുതെ വ്യാജ വാഗ്ദാനം കൊടുത്ത് നടക്കുന്ന ആളൊന്നുമല്ല. ഈ 1000 കോടി അവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയി? അതും മറ്റൊരു ചോദ്യം. എവിടെയാണത് ചിലവാക്കിയത്? നേമത്തെ വികസനത്തിൽ പരസ്യ സംവാദത്തിനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ മന്ത്രി വെല്ലുവിളിച്ചത് അമൃത ന്യൂസിന്റെ ഇലക്ഷൻ പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റ്. 1000 കോടിയുടെ വികസനം മന്ത്രി കാണിച്ചു തരണമെന്ന് തിരിച്ചടിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ നടപടികളുമായി G7 രാജ്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും കപ്പൽ ഗതാഗതം നിരോധിച്ചിട്ടില്ലെന്നും ഇറാൻ. നിയന്ത്രണം പ്രതിരോധം എന്ന നിലയിൽ, നിരോധനം ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഇന്ത്യ. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ. ഇന്ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ LPG പ്രതിസന്ധി ഉന്നയിക്കാൻ പ്രതിപക്ഷം. ക്ഷാമം മുന്നിൽ കണ്ട് സർക്കാർ നടപടിയെടുത്തില്ല എന്ന് ആക്ഷേപം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉയർത്തും. ശബരിമല യുവതീ പ്രവേശന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് സുപ്രീം കോടതിയിൽ വാദം സമർപ്പിക്കും. യുവതീ പ്രവേശനത്തെ കോടതിയിൽ എതിർക്കാൻ ബോർഡ്. വിശദമായ വാദം ആരംഭിക്കുക ഏപ്രിൽ 7-ന്. ഡേവിഡ് കറ്റാലയുടെ പകരക്കാരനെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ബംഗളൂരു FC മുൻ പരിശീലകൻ ആഷ്ലി വെസ്റ്റുഡിയുമായി ചർച്ച നടത്തി മാനേജ്മെന്റ്. അഴിച്ചുപണി ഈ സീസണിൽ 6 മത്സരങ്ങളിൽ 5 തോറ്റതോടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്ന പ്രമുഖർ ആരൊക്കെയാണ്? മായ, അതായത് ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ, അതാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പരിധി എന്ന് പറഞ്ഞാൽ. ഇന്ന് 3 മണിയോടുകൂടി സംസ്ഥാനത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസാന ദിവസമായതുകൊണ്ട് തന്നെയും തത്രപ്പാടി തന്നെയാണ്, നെട്ടോട്ടം തന്നെയാണ് സ്ഥാനാർത്ഥികൾ. കാരണം ഇന്ന് 3 മണിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കണം. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇത്തവണ കേരള നിയമസഭ പ്രചാരണ വേളയിൽ അവർക്ക് പ്രചാരണത്തിന് സമയം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. പ്രത്യേകിച്ച് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന ദിവസങ്ങൾ ഈ വർക്കിംഗ് ഡേ നോക്കുകയാണെങ്കിൽ പല അവധികളായിരുന്നു. ഈ വിജ്ഞാപനം വന്ന ഈ ദിവസം വരെയും അവധികൾ നിറയെ ഉണ്ടായിരുന്നു എന്നൊരു പരിഭവം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നുണ്ട്. ആകെ വർക്കിംഗ് ഡേ വളരെ കുറച്ച് ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെയും വർക്കിംഗ് ഡേ കിട്ടിയില്ല എന്ന് മാത്രവുമല്ല, ഈ പലപ്പോഴും പലയിടത്തും പ്രത്യേകിച്ച് കോൺഗ്രസിലൊക്കെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ വൈകിയതും ഒക്കെ തന്നെയും അങ്കലാപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തത്ര
വെള്ളപ്പാട്ടിൽ തന്നെയാണ്, ഒരു നെട്ടോട്ടം തന്നെയാണ് എന്ന് വേണ്ടി ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് ഉടനീളം കാണാൻ കഴിയുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തും BJP സ്ഥാനാർത്ഥികൾക്ക് മൂന്നാം ഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥി കരമന ജയൻ, ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലില് കരമന സുധീർ കരമന LDF സ്വതന്ത്രനായി മത്സരിക്കുന്നു. അങ്ങനെ പ്രമുഖരൊക്കെ തന്നെയും ഇന്ന് കളത്തിലിറങ്ങുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വിവിധ ജില്ലകളിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയവരുൾപ്പെടെയും പ്രമുഖരൊക്കെ തന്നെയും ഇന്ന് സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ എല്ലാ പ്രമുഖരും ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഒരു ഓട്ടപ്പാച്ചിൽ കാണാൻ കഴിയുന്നു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് 26, അതായത് വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട അവസാന ദിവസം. ഇനി പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനായി, അതായത് ആകെയുള്ളത് 18 ദിവസം. ഇന്നത്തെ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ 18 ദിവസം മാത്രമേ ഉള്ളൂ. അതേസമയം പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ 16 ദിവസം മാത്രമേ ഉള്ളൂ. നിശബ്ദ പ്രചാരണം മാറ്റി നിർത്തിയാൽ ഈ 16 ദിവസം മാത്രമേ മുന്നണികൾക്ക് സംബന്ധിച്ച് പരസ്യ പ്രചാരണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രികകൾ കൊടുക്കുന്നു. ഒപ്പം തന്നെയും റോഡ് ഷോ അടക്കം ജനങ്ങളെ, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന അടക്കമുള്ള പൗരപ്രമുഖരെ നേരിട്ട് കാണേണ്ടി വരുന്നു. മറ്റ് സ്ഥാപനങ്ങളെയും പ്രമുഖരെയൊക്കെ നേരിട്ട് കാണേണ്ടി വരുന്നു. അതിനൊക്കെ വളരെ കുറച്ച് ദിവസം മാത്രം, 16 ദിവസം മാത്രമേ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും തന്നെയും വലിയ രീതിയിൽ ഇന്നത്തെ ദിവസം മുതൽ അങ്ങോട്ട് നെട്ടോട്ടം തന്നെയായിരിക്കും, ഓട്ടപ്പാച്ചിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രകൃതിയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ ഈ പകൽ സമയത്ത് നൽകുന്നത്. കാരണം അത്യധികം ചൂടാണ് കേരളത്തിൽ. അപ്പോൾ ഈ ചൂടിനെയൊക്കെ തൃണവൽഗണിച്ച് വേണം സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു ഓട്ടപ്പാച്ചിലേക്ക് പോകേണ്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാത്രമല്ല പല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ചൊക്കെ തന്നെയും പലർക്കും ഈ അടിയൊഴുക്കുകളൊക്കെ ഭയന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പലരും മുന്നണികൾ വിട്ട്, അത് 3 മുന്നണികളിലുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയിലല്ല, 3 മുന്നണിയിലും കളമാറി വരുന്ന പ്രമുഖരാണ് പല മുന്നണികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നത്. ഇതൊക്കെ ഏത് രീതിയിൽ മണ്ഡലങ്ങളിൽ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുമെന്നതിന് തത്രപ്പാടുമുണ്ട് അവർക്കൊക്കെ. അതിന് കണക്കുകൂട്ടലും ആ ഒരു നെഞ്ചെടുപ്പ് 3 മുന്നണികളെ ഒരുപോലെ ബാധിക്കുകയാണ്. അപ്പോൾ മറ്റൊന്നെടുത്തു പറയേണ്ടത്, ഈ 3 മുന്നണികളും താരപ്രചാരകർ ഇന്നു മുതൽ കളത്തിലിറങ്ങുന്നു എന്നാണ്. അത് ഇടതുമുന്നണിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതലാണ് ഓരോ ജില്ലകളിലും പര്യടനം. ഇന്ന് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ പര്യടനം, 9:45 അദ്ദേഹം പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ മാധ്യമങ്ങളെ കാണും. എല്ലാ ജില്ലകളിലും ഇനി അദ്ദേഹം ചെല്ലുമ്പോൾ വാർത്താ സമ്മേളനം എല്ലാ ദിവസവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള. അപ്പോൾ CPM-നെ സംബന്ധിച്ച് താരപ്രചാരകരായി മുഖ്യമന്ത്രി ഇറങ്ങുന്നു. പ്രതിപക്ഷ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, വൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട് അടക്കമുള്ള പ്രമുഖരുടെ ലിസ്റ്റ് പട്ടിക അവർ തന്നിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് UDF രാഹുൽ ഗാന്ധി 25-നാണ് കേരളത്തിലെത്തുന്നത്. അദ്ദേഹം പ്രചാരണത്തിനായി എത്തുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയൊക്കെ തന്നെ താരപ്രചാരകർ ഇന്നു മുതൽ ഓരോരുത്തരായി കളത്തിൽ ഇറങ്ങുകയാണ്. BJP സംബന്ധിച്ച് പ്രധാനമന്ത്രി വരുന്നുണ്ട്, തീയതി അറിഞ്ഞിട്ടില്ല. എന്തായാലും പ്രധാനമന്ത്രി പ്രചാരണത്തിനുണ്ടാകും. അമിത്ഷാ ഉണ്ടാകും, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടാകും, JP നദ്ദ ഉണ്ടാകും. അങ്ങനെ താര പ്രചാരകരെ കളത്തിലിറക്കി 3 മുന്നണികളും ഇന്നു മുതൽ കളം പിടിക്കുകയാണ്. 16 ദിവസം മാത്രമേ മുന്നണികളെ സംബന്ധിച്ച് പരസ്യ പ്രചാരണത്തിനായി അവശേഷിക്കുന്നുള്ളൂ. മായ അൻഫിട്ട, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് പല കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയാനുണ്ട് എന്ന് തോന്നുന്നു. ഇനിയും ഏതായാലും ഈ ജില്ലാ പര്യടനം ഉണ്ടല്ലോ, ഒന്നിപ്പോൾ പത്തനംതിട്ടയിലുണ്ട്. ഓരോ ജില്ലാ പര്യടന സമയത്തും മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത്. പല കാര്യങ്ങളും പറയുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഉറപ്പായും ഇന്ന് 9:45 തിരുവല്ലയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ജില്ലയാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം തലസ്ഥാനത്തെത്തുന്നത്. 30-ാം തീയതി തലസ്ഥാനത്തെത്തുന്നു. അതിനുശേഷം 1, 2 തീയതികളിലും അദ്ദേഹത്തിന് മറ്റു പല ജില്ലകളിലും പര്യടനം. കണ്ണൂരിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തുന്നത്. കാരണം അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മാറ്റം ഉണ്ടാകുമെന്നറിയില്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ടാകും. അതോടൊപ്പം അദ്ദേഹം വാർത്താ സമ്മേളനം നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ, KC വേണുഗോപാൽ അടക്കമുള്ളവർ മറുഭാഗത്തും വാർത്താ സമ്മേളനങ്ങൾ, അവരുടെ പ്രചാരണവും പര്യടന വേളകളിലൊക്കെ തന്നെ അവർ മാധ്യമങ്ങളെ കാണും. അങ്ങനെ ഒപ്പം BJP ആയാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നിരന്തരം മാധ്യമങ്ങളെ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈ 3 മുന്നണികളിലും കേരളത്തിൽ മുന്നണികളെ നയിക്കുന്ന പടനായകരൊക്കെ തന്നെയും കളത്തിൽ ഇറങ്ങുന്നു എന്ന് മാത്രമല്ല, അവർ മാധ്യമങ്ങളുമായി നിരന്തരം സംവദിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും അപ്രതീക്ഷിതമായ ഓരോ ആരോപണങ്ങളും ഓരോ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഡീൽ ആരോപണമാണ്.
ഈ ഡീൽ ആരോപണത്തിൽ 3 മുന്നണികൾ ഒരു പരസ്പരം തന്നെ പോർമുഖം തുറക്കുന്ന കാഴ്ചയൊക്കെ അത് ദിവസങ്ങളായി ഒരു 3 ദിവസമായി സംസ്ഥാനത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ വളരെ ശക്തമായി തന്നെ പാലക്കാട് ജില്ലയിൽ നിയോജക മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഡീൽ ആരോപണം ഒക്കെ തന്നെ ശക്തമായി കളന്നിറങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും വരുന്ന ഓരോ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടികൾ മുന്നണി നേതാക്കന്മാരൊക്കെ നൽകും. അത് കൂടുതൽ വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ വിവാദങ്ങൾക്കും ഒക്കെ കളന്നിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മായ ആൽഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഇന്ന് പത്രിക സമർപ്പിക്കും. പറവൂർ അഡീഷണൽ തഹസിൽദാർക്കാണ് പത്രിക സമർപ്പിക്കുക. പ്ലാച്ചിമട സമരസമിതി നേതാക്കളാണ് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത്. അതിനിടെ ഗുരുവായൂരിലെ ഹിന്ദു MLA പരാമർശത്തിൽ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സമർപ്പിച്ച റിട്ട് ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, മധ്യകേരളത്തിലെ ഒരു പ്രചരണ തിരക്ക് അത് ഏത് വിധത്തിലാണ്? ഇപ്പോൾ പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. കൊച്ചിയിലെ ഒരു അവസ്ഥ, മധ്യകേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവൊക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയല്ലേ? മായ, വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. 7ാമത്തെ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ സജീവമായി പ്രചരണ പരിപാടികളിലേക്ക് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച അടക്കം മുതിർന്ന നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലൊക്കെ പോവുകയും അവിടെ പുഷ്പാർച്ചന നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഏതായാലും ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന്. ഏതായാലും ഇന്ന് അദ്ദേഹം 11:30 പ്രതിപക്ഷ നേതാവ് ഈ പത്രിക സമർപ്പിക്കുക. രാവിലെ 11:30 പറവൂർ തഹസിൽദാറിൻ്റെ ഓഫീസിലെത്തിയ തഹസിൽദാറിന് മുന്നിലായിരിക്കും ഈ പത്രിക സമർപ്പിക്കുന്നത്. പത്രികക്ക് സമർപ്പിക്കാൻ അദ്ദേഹത്തിനുള്ള കെട്ടിവെക്കാനുള്ള പണം നൽകുന്നത് പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകരാണ്. പ്ലാച്ചിമട സമരസമിതിയുടെ പ്രവർത്തകരായിട്ടുള്ള വിളയോടി വേണുഗോപാൽ, ശക്തിവേൽ തുടങ്ങിയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരിന്ന് രാവിലെ അദ്ദേഹത്തെ കാണുകയും ഈ പണം കൈമാറുകയും ചെയ്യും. പറവൂരിലുള്ള രാജീവ് ഭവനിൽ വെച്ചിട്ടാണ് ഈ പണം കൈമാറുന്നത്. അതിനുശേഷം 11:00 തന്നെ പ്രതിപക്ഷ നേതാവ് ഏതായാലും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് എത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും അറിയുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഉള്ളത്. ഇത്തവണ വലിയൊരു മത്സരം, അതായത് LDF വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വിജയത്തെ അത് തടയിടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വലിയ ശക്തനായ ഒരു നേതാവിനെ തന്നെ ഏതായാലും LDF സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തൻ്റെ വിജയം അത് സുനിശ്ചിതമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാം തന്നെ പ്രതികരിക്കുന്ന സമയത്ത് വ്യക്തമാക്കി. ഏതായാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതേസമയത്ത് തന്നെ B ഗോപാലകൃഷ്ണനെതിരായിട്ടുള്ള ഹർജി കൂടി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഹിന്ദു MLA പരാമർശത്തിൽ, ഗുരുവായൂരിൽ ഹിന്ദു MLA വേണമെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെയാണ് ഗുരുവായൂർ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നത്. ഒപ്പം തന്നെ KSU നൽകിയിട്ടുള്ള ഹർജി കൂടി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മായ, ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേദിയാവുകയാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലം. പാർട്ടി വിട്ട് സുധാകരൻ UDF പിന്തുണയോടെ മത്സരരംഗത്ത് ഇറങ്ങിയതോടെ ഇടതുപക്ഷത്തിന് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമായി മാറിക്കഴിഞ്ഞു. മണ്ഡലത്തിന്റെ ചരിത്രവും പൊതുചിത്രവും ഇങ്ങനെ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ചോര വീണ ചുവന്ന പുന്നപ്ര സമരഭൂമിയുടെ സാന്നിധ്യമുണ്ടെങ്കിലും അമ്പലപ്പുഴക്കാരുടെ മനസ്സ് ഇടത്തോട്ട് മാത്രമല്ല, ഇടതുമാറി പലകുറി വലത്തേക്കും അത് സഞ്ചരിച്ചിട്ടുണ്ട്. 1965 ആദ്യ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനെ നിയമസഭയിലേക്ക് അയച്ചാണ് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ 2006 G സുധാകരനിലൂടെ ഇടത്തേക്ക് മാറിയ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ തുടർന്നുള്ള 3 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് 18 ഇടവും പയറ്റിയെങ്കിലും നടന്നില്ല. ആലപ്പുഴ നഗരസഭയുടെ 25 വാർഡുകളും പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് അമ്പലപ്പുഴ മണ്ഡലം. പാർട്ടി വിട്ട് സുധാകരൻ
മത്സര രംഗത്തേക്ക് ഇറങ്ങിയതോടെ ഇക്കുറി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നായി അമ്പലപ്പുഴയും മാറി. പാർട്ടിക്കൊപ്പമായിരുന്നപ്പോൾ ഒരിക്കൽ പരാജയപ്പെട്ട അമ്പലപ്പുഴയിൽ 2006 ജി സുധാകരൻ മടങ്ങിയെത്തിയത് വർദ്ധിത വീരത്തോടെയായിരുന്നു. DAC സ്ഥാനാർത്ഥിയായി മത്സരിച്ച D സുഗതനെ പരാജയപ്പെടുത്തിയാണ് ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ടത്. VS പിണറായി മന്ത്രിസഭകളിൽ മന്ത്രിയായി അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തുകയും ചെയ്തു. പാർട്ടിക്കൊപ്പമായിരുന്നപ്പോൾ G സുധാകരനൊപ്പം നിന്ന മണ്ഡലം ഇക്കുറി പാർട്ടി വിട്ട് മറുചേരിയിൽ നിൽക്കുമ്പോൾ സുധാകരനെ പിന്തുണയ്ക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 2000 കോടി വികസന പദ്ധതികളുടെ ചിറകിലേറിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി H സലാം 2ാം തവണയും ജനവിധി തേടുന്നത്. അതേസമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാകും NDA മണ്ഡലത്തിൽ ജനവിധി തേടുക. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സുധാകരന് കഴിഞ്ഞാൽ അതൊരു പക്ഷേ NDAയ്ക്കും UDFനും ഗുണകരമായേക്കും. അനുഭവ സമ്പത്തിൻ്റെ പാഠവുമായി സുധാകരൻ ഇക്കുറി പോരിനിറങ്ങുമ്പോൾ അമ്പലപ്പുഴയിൽ പോരാട്ടം കനക്കുമെന്നുറപ്പ്. ആലപ്പുഴയിൽ നിന്നും ആറാദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ വികസനമാണ് പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. ഇടത് സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ N ജയരാജ് വികസനം ചൂണ്ടിക്കാട്ടി വോട്ട് തേടുമ്പോൾ UDFും NDAയും വികസന മുരടിപ്പാണ് ആരോപിക്കുന്നത്. ഇടതുപക്ഷം മണ്ഡലത്തിൽ തുടർച്ച അവകാശപ്പെടുമ്പോൾ മറ്റു മുന്നണികൾ മാറ്റമുണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലുമാണ്. ഇടതു വലത് മുന്നണികളും NDAയും ശക്തമായ പോരാട്ടം നടത്തുന്ന മണ്ണാണ് കാഞ്ഞിരപ്പള്ളി. ഇടതുപക്ഷത്തിനായി സിറ്റിംഗ് MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജും UDFിനായി കോൺഗ്രസ് നേതാവും അധ്യാപകനുമായ ഡോക്ടർ റോണി കെ ബേബിയും മത്സരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെയാണ് രംഗത്തുള്ളത്. മൂവരും മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. വികസന മുരടിപ്പാണ് NDAയും UDFും ആരോപിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, മണിമല കുടിവെള്ള പദ്ധതി എന്നിവയുടെ പൂർത്തീകരണം വർഷങ്ങളായി നീണ്ടുപോകുന്നത് നിലവിലെ MLAയുടെ പിടിപ്പുകേട് മൂലമാണെന്ന് UDF സ്ഥാനാർത്ഥി ആരോപിക്കുന്നു. ഏത് മുന്നണി ആയിക്കോട്ടെ, പക്ഷേ എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഇപ്പോഴുള്ള ജനപ്രതിനിധി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 2 മുന്നണിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ 2 മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോഴും അദ്ദേഹത്തിനൊരു വികസന പ്രവർത്തനവും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് മുന്നണികളുടെ പരാജയമല്ല, അത് ആ റെപ്രസെൻറ്റേറ്റീവിൻ്റെ, ആ ജനപ്രതിനിധിയുടെ പരാജയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനോ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ലെന്ന് NDA സ്ഥാനാർത്ഥി ആരോപിച്ചു. ഇവിടുന്ന് കഷ്ടപ്പെട്ട് മലയാളികൾ വിദേശത്ത് പോയിട്ട് റെമിറ്റൻസ് കൊണ്ടാണ് ഇവിടെ ഈ ഓരോ വീട്ടിലും കുറച്ച് പൈസയും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത്, അല്ലാതെ ഇവിടുത്തെ ആരുടെയെങ്കിലും സംഭാവന കൊണ്ടല്ല. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലം വീടുകളിലൊന്നും ചെറുപ്പക്കാരില്ല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് വൈകിയതിന് പിന്നിൽ കോടതി വ്യവഹാരങ്ങളാണെന്ന് LDF സ്ഥാനാർത്ഥി N ജയരാജ് MLA വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ 2280 കോടി രൂപയുടെ വികസനം നടപ്പായിട്ടുണ്ടെന്നും MLA പറഞ്ഞു. 2280 കോടി രൂപ ഈ നിയോജക മണ്ഡലത്തിൽ ചിലവായിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ 2280 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. വികസനവും വ്യക്തിബന്ധങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളായി LDF ചൂണ്ടിക്കാട്ടുന്നത്. കാർഷിക മേഖലയുടെ തകർച്ച, സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ അഭാവം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ജനവിധി അനുകൂലമാക്കാനാണ് UDFും NDAയും ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. മൈസൂരിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മൈസൂരു ചന്നപട്ടണത്താണ് അപകടം ഉണ്ടായത്. ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. LPG പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ക്ഷാമം മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തില്ല എന്ന ആരോപണം സജീവമാണ്. അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. അതേസമയം LPG പ്രതിസന്ധിയിൽ അടിയന്തര നടപടികളുമായി കേന്ദ്രം. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അവശ്യവസ്തു ക്ഷാമം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ ടെക്സസിൽ നിന്നും മംഗലാപുരം തുറമുഖത്തെത്തിയ LPG നിലവിലെ പ്രതിസന്ധിക്ക് ആശ്വാസമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മന്ത്രിതല, സെക്രട്ടറി തല സമിതികൾ രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സംസ്കൃത വസ്തുക്കൾക്ക് ബദൽ വഴി തേടും. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയും. രാസവള ലഭ്യത ഉറപ്പാക്കാനും യോഗത്തിൽ ചർച്ച ചെയ്തു.
പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ നടപടികളുമായി G7 രാജ്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഹോർമൂസ് വീണ്ടും തുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് UK പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും കപ്പൽ ഗതാഗതം നിരോധിച്ചിട്ടില്ല എന്നും ഇറാൻ അറിയിച്ചു. നിയന്ത്രണം പ്രതിരോധം എന്ന നിലയിൽ ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമെന്നും ഇറാൻ വ്യക്തമാക്കി. എന്നാൽ US തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് ഇറാൻ. ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് മുന്നറിയിപ്പ്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഡിമോണ ആണവ നിലയം ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷാ യന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തിരികെ അമൃതപുരിയിൽ എത്തി. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആശ്രമ അന്തേവാസികൾ അമ്മയെ ഭക്തിയാദരപൂർവ്വം സ്വീകരിച്ചു. ഈ മാസം 19-നായിരുന്നു രാമരക്ഷാ യന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഈ മാസം 15-ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200-ഓളം പേർ അയോധ്യയിലേക്കുള്ള യാത്രയിൽ അമ്മയെ അനുഗമിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലായിരുന്നു അമ്മയുടെ യാത്ര. മാർച്ച് 19-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. അമൃതപുരിയിൽ എന്ന പോലെ ആത്മീയ കിരണങ്ങൾ അയോധ്യയിൽ പകർന്നു നൽകുന്നതായിരുന്നു അമ്മയുടെ അയോധ്യ യാത്രയെന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി യാത്രാനുഭവം പങ്കുവച്ചു. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലൂടെയുള്ള ആത്മീയ ഉണർവ് ശ്രീരാമ ജന്മഭൂമിയിൽ എഴുതി ചേർത്തത് ഒരു ചരിത്രമായിരുന്നു. ഈ യാത്രയെക്കുറിച്ച് ഒരു 3 വാക്കിൽ ഒതുക്കി പറഞ്ഞാൽ അതുല്യം, അത്ഭുതം, ആനന്ദം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇങ്ങനെ 1200 പേർ ഒരു ട്രെയിനിൽ ഒന്നിച്ച് അമ്മയോടൊപ്പം, ഒരു ആധ്യാത്മിക ഗുരുവിനോടൊപ്പം, സദ്ഗുരുവായ അമ്മയോടൊപ്പം, ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയോടൊപ്പം ഇതേപോലെ ഒരു യാത്ര ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇക്കാലഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ട്രെയിൻ 18 കമ്പാർട്ട്മെൻറ്റുകൾ അടങ്ങുന്ന ഈ ട്രെയിൻ അതൊരു മൊബൈൽ ആശ്രമമായി മാറി എന്നുള്ളതാണ്. അതായത് നമ്മൾ അമൃതപുരിയിൽ എന്തെല്ലാം നിഷ്ഠകൾ പാലിക്കുന്നുണ്ടോ, എന്തെല്ലാം സാധനകൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം രാവിലെ മുതൽ വൈകുന്നത് വരെ, അതായത് കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ അതിനകത്ത് അനുഷ്ഠിച്ചു. അതിൽ ധ്യാനം, ജപം, ഭജന, ദർശനം, ഇതുകൂടാതെ അമ്മ ഓരോ കമ്പാർട്ട്മെൻറ്റിലും, അതായത് ഈ 18 കമ്പാർട്ട്മെൻറ്റുകളും കയറി ഇറങ്ങി ഓരോരുത്തരെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുകയും ആധ്യാത്മിക ഉപദേശങ്ങൾ കൊടുക്കുകയും ഈ യാത്രയുടെ ആധ്യാത്മിക പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. 1980-കളിൽ ചെറിയ സംഘം ഭക്തന്മാരും ആശ്രമ അന്തേവാസികളുമായി അമ്മ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമൂഹം ഭക്തരുമായി അമ്മ തീവണ്ടിയിൽ ഒരു ആത്മീയ യാത്ര നടത്തുന്നത്. അമൃതപുരി ഒന്നടങ്കം അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്കെന്ന പ്രതീതിയായിരുന്നു ഈ യാത്ര. ഭജനയും പ്രഭാഷണങ്ങളുമായി യാത്രയിലുടനീളം അമ്മ ആത്മീയ അറിവുകൾ പകർന്നു നൽകി. അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ അമ്മയെ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആശ്രമ അന്തേവാസികൾ ചേർന്ന് ഭക്തിയാദരപൂർവ്വം സ്വീകരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കാസർഗോഡ് നീലേശ്വരം പുഴയോരത്ത് കണ്ടൽ വനവൽക്കരണവുമായി NCC കാഡറ്റുകൾ. പടന്നക്കാട് നെഹ്റു കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുഴയോരത്ത് വിവിധ ഇനങ്ങളിൽപ്പെട്ട 200ഓളം കണ്ടൽ തൈകൾ നട്ടു. ലോക ജലദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കണ്ടൽ വനവൽക്കരണത്തിനായി NCC കേഡറ്റുകൾ നീലേശ്വരം പുഴയോരത്തെത്തിയത്. ജലശുദ്ധീകരണം, പുഴയോര സംരക്ഷണം, ജൈവ വൈവിധ്യം നിലനിർത്തൽ തുടങ്ങിയവ കണ്ടൽ വനവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. കോട്ടപ്പുറം പാലത്തിന് സമീപത്തായി പുഴയോരത്തോട് ചേർന്ന് ഭ്രാന്തൻ കണ്ടൽ, കമ്മട്ടി, കുറ്റിക്കണ്ടൽ, ഉപ്പുചള്ളി,
ചക്കരക്കണ്ടൽ എന്നീ ഇനങ്ങളിൽപ്പെട്ട 200ഓളം കണ്ടൽ തൈകൾ കാഡറ്റുകൾ നട്ടു. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NCC 32 കേരള ബറ്റാലിയൻ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തികൾക്ക് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ ദിവാകരൻ കടിഞ്ഞുമൂല നിർദ്ദേശങ്ങൾ നൽകി. കണ്ടൽ ചെടികളും സംരക്ഷണവും വിഷയത്തിൽ ക്ലാസ് നടന്നു. വെള്ളത്തിലെ എല്ലാ മാരകമായ വിഷാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെയും മാരകമായ വിഷാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ മുന്നോട്ട് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇന്ന് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് ആഗോള താപന നിയന്ത്രണത്തിന് ഉത്തമ പരിഹാരം കൂടിയാണ്. മത്സ്യസമ്പത്തിന്റെ ഉറവിടം, തീരദേശ സംരക്ഷണം, പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്നീ നിലയിൽ പുഴയോരങ്ങളിലെ കണ്ടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് കണ്ടൽ വനവൽക്കരണത്തിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരിമല യുവതീ പ്രവേശന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് സുപ്രീം കോടതിയിൽ വാദം സമർപ്പിക്കും. യുവതീ പ്രവേശനത്തെ എതിർത്തായിരിക്കും വാദം സമർപ്പിക്കുക. കേസിൽ ഏപ്രിൽ 7-നാണ് വിശദമായി വാദം ആരംഭിക്കുക. ശബരിമല ആചാരത്തിന്റെ ഭാഗമായ യുവതീ പ്രവേശന വിലക്ക് കേരള സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിൽ തലയാറിന് സമീപമാണ് വാഹനങ്ങൾക്ക് നേരെ ഒറ്റയാൻ പടയപ്പ ആക്രമണം നടത്തിയത്. കാറിൽ സഞ്ചരിച്ച കർണാടക സ്വദേശികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ലോക ജലദിനത്തിൽ മാതൃകയായി മലപ്പുറത്തെ കൊച്ചുമിടുക്കൽ. നാട്ടിലെ പ്രധാന ജലസ്രോതസ്സായ കുളം ശുചീകരിച്ചും ബോധവൽക്കരണം നടത്തിയുമാണ് എളമ്പുലാശ്ശേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നത്. ശുദ്ധജലത്തിന്റെ വിലയറിഞ്ഞ് തങ്ങൾ വളരുന്ന മണ്ണിലെ ജലസ്രോതസ്സുകളെ ചേർത്ത് പിടിക്കുകയാണ് തേഞ്ഞിപ്പലത്തെ കുരുന്നുകൾ. ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായാണ് എളമ്പുലാശ്ശേരി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ പാച്ചിരിക്കുളവും പരിസരവും ശുചീകരിച്ചത്. കുളത്തിനു ചുറ്റും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച വിദ്യാർത്ഥികൾ അവ പുനരുപയോഗത്തിനായി തരംതിരിച്ചു. കൂടാതെ ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കുട്ടിപ്പട തയ്യാറായി. പരിസരത്തെ വീടുകൾ സന്ദർശിച്ച് ജലദുരുപയോഗം തടയേണ്ടതിന്റെ ആവശ്യകത വിവരിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു. പുതുതലമുറയിൽ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം വളർത്തിയെടുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. നമ്മൾ തേഞ്ഞിപ്പലത്ത് പ്രധാന ജലസ്രോതസ്സാണ് പാച്ചിരിക്കുളം. ഈ പാച്ചിരിക്കുളത്തിന്റെ പരിസരം വൃത്തിയാക്കാനാണ്. നമ്മള് ഈ കുളങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ടോ അതോ ചീത്തയായി പോയാൽ മതിയോ? ജലം വരുന്ന ഒരുപാട് സ്രോതസ്സുണ്ട്. ഏതൊക്കെയാണ്? കിണറ്, കുളം, പുഴ, തോട്, അരുവികളൊക്കെ അല്ലേ. ഇതൊക്കെ നശിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ജീവന്റെ അപകടത്തിലാവും. ആവൂലേ? ഇനി അതിശക്തമായ അതിരൂക്ഷമായ ജലക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മെയ്യിലൊക്കെ. അപ്പോൾ ഈ കുളങ്ങളൊക്കെ ശുചീകരിക്കണം, അത് ഭംഗിയായി നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ചെയ്യൂലേ? നിങ്ങൾ ഭാവി ചെയ്യൂലേ? ഈ ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരുന്നില്ല അറിയോ? നിങ്ങൾ വീട്ടിൽ വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ പെറുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിത കർമ്മസേനക്ക് കൊടുക്കണം. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും സംയുക്തമായി നടപ്പിലാക്കുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ. കാത്തുസൂക്ഷിക്കാൻ കുടിവെള്ളം പോലുമില്ലാത്ത ഭാവി ഉണ്ടാകാതിരിക്കാൻ പഠനമുറകളിൽ നിന്ന് പ്രകൃതിയുടെ പാഠങ്ങളിലേക്ക് ഇറങ്ങിയ കുരുന്നുകൾ വലിയൊരു മാതൃകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപിലേക്ക് പോവുകയാണ്. ഇനി ദിലീപ് വിപണി വിലയിരുത്തുന്നു. ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ അയവ് വരാത്തതും എണ്ണവില കൂടുന്നതും പണപ്പെരുപ്പം കൂടുമെന്നുള്ള ആശങ്കയുമെല്ലാം ലോക വിപണിയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായ പോലെ തന്നെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതും വിപണിയെ കൂടുതൽ താഴേക്ക്
നയിക്കുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിൽപ്പനയിൽ തന്നെയായിരുന്നു. രണ്ടാം തര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിലൊരു വിൽപ്പന സമ്മർദ്ദം തുടരുകയും ചെയ്തിരുന്നു. മുൻനിര സൂചികയായി നിഫ്റ്റി 23,000-ന് മുകളിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തോടെ അത് 23,000-ന് താഴേക്ക് നീങ്ങിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 22,900 എന്ന നിലവാരമാണ് ഒരു പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു അടുത്ത നിലയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ കൂടുതൽ വിൽപ്പന സമ്മർദ്ദത്തേക്ക് നീങ്ങാനോ ഒരുപക്ഷെ 22,000 എന്ന നിലയിലേക്ക് നിഫ്റ്റി നീങ്ങാനോ സാധ്യതയുണ്ട്. ഇപ്പോൾ വിപണി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വർധനമാണ്. ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വരും നാളുകളിൽ രാജ്യത്ത് പണപ്പെരുപ്പം കൂട്ടിയേക്കുമെന്നുള്ളൊരു ആശങ്ക വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ എണ്ണവില കൂടുന്നത് രൂപയുടെ മൂല്യത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. രൂപയുടെ മൂല്യം കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയിരുന്നു. 93 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും ഈ ഘടകങ്ങളെല്ലാം തന്നെയായിരിക്കും വിപണിയുടെ നീക്കത്തിൽ നിർണായകമാകുക. ഇന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ിലെ തെരഞ്ഞെടുപ്പിനെ നയിച്ച മുന്നണി പോരാളികളുടെ ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുന്നത്. ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും ഒന്നുമില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നുപോകുന്നത്. നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നയിച്ച അധികായന്മാർ പലരും ഓർമ്മയാകുകയാണ്. ഒത്തിരി സഹിച്ചു, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയത്തിനപ്പുറം കേരളം നെഞ്ചിലേറ്റിയ ജനനായകൻ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞൂഞ്ഞ്. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നുപോകുമ്പോൾ നയതന്ത്ര ചടുലതയോടെ കരുക്കൾ നീക്കാൻ കേരള രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും വലിയ ചാണക്യനെയാണ് നഷ്ടമായത്. കണ്ണൂരിലെ പടക്കുതിര ദിവസങ്ങളോളം സ്വന്തം പാർട്ടിയെയും ഹൈക്കമാൻഡിനെയും മുൾമുനയിൽ നിർത്തിയ വേളയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ ആശിച്ചുപോയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലം. വിശ്വസനീയമായ ഒരു അന്വേഷണം സംഘടിപ്പിക്കാൻ ഇതുവരെ UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൃത്യതയും പ്രത്യയശാസ്ത്രത്തിന്റെ കണിശതയും ഒരുപോലെ വന്നു ചേർന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം ഈ തിരഞ്ഞെടുപ്പിൽ CPM-ഉം തിരിച്ചറിയുന്നു. കണ്ണൂരിലെ ചെങ്കോട്ടകളിൽ വിമത ശബ്ദങ്ങൾ അട്ടഹസിക്കുമ്പോഴും G. സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് കാരണവരെ അനുനയിപ്പിക്കുന്നിടത്ത് പാർട്ടി തോറ്റുപോയപ്പോഴും കോടിയേരി ഉണ്ടായിരുന്നെങ്കിലെന്ന് CPM രാഷ്ട്രീയവും വെറുതെ ആശിച്ചുപോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായിട്ട് കേരളത്തിൽ ലീഡ് ചെയ്യും. അപ്രതീക്ഷിതമായി ഉണ്ടായ കാനം രാജേന്ദ്രന്റെ വിടവാങ്ങലും CPIക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ശൂന്യത തന്നെയാണ്. മുന്നണി രാഷ്ട്രീയത്തിലെ നയങ്ങളിലും നയതന്ത്രജ്ഞതയിലും നിലപാടുകൾ ഉറക്കെ പറയാൻ നേതാക്കളുടെ അഭാവം പാർട്ടികൾ നേരിടുന്നുണ്ട്. ഏത് സമ്മർദ്ദമുണ്ടായാലും മാധവഗാഡ്ഗിൽ കമ്മിറ്റി വെള്ളം ചേർക്കാതെ ധീരമായി നടപ്പാക്കാനുള്ള തന്റെ അദ്ദേഹം കാണിക്കണം. അതിന് പിന്തുണ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നൽകണം. മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന നിലപാടിൽ ഉറച്ചുനിന്ന PT തോമസ് എന്ന നേതാവ് 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പാർട്ടിക്കുണ്ടായ നഷ്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്. അതിനെല്ലാ പാർട്ടിക്കും പങ്കുണ്ട്. മലബാറിൽ കോൺഗ്രസിനെ ചലിപ്പിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന തലപ്പൊക്കമുള്ള നേതാവിന്റെ വിടവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി തിരിച്ചറിയുന്നു. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂട് പിടിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ എന്തായിരിക്കും ജെൻസിയുടെ മനസ്സിൽ? പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി ജെൻസി പിള്ളേർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരെയും ഇഷ്ടപ്പെട്ട ആരെങ്കിലുണ്ടോ ഇത്തവണ മത്സരിക്കുന്നത്? യൂത്തായിട്ടുള്ള സച്ചിൻ ദേവ് അതുപോലെ ചിലരൊക്കെ മത്സരിക്കുന്നു. LDF വരുമോ? പിന്നെ UDF തന്നെ ആയിരിക്കും? അതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാലല്ല മനസ്സിലാവാരാ വരിക. നല്ലൊരു പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ. പ്രഡിക്ഷൻ അങ്ങനെ ഇപ്പൊ എങ്ങനെയാ പറയാ, ആരായാലും ജയിച്ചാ പോരെ? ജയിക്കും, ആരെങ്കിലൊക്കെ ജയിക്കണല്ലോ. അല്ല, മുഖ്യമന്ത്രിനെ കുറിച്ച് എന്താ പറയുക? നല്ല ഭരണമായിരുന്നോ? എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും എനിക്കില്ല. അതിനോട് ഞാൻ എന്താ പറയാനാ. LDF ഇനി വീണ്ടും ജയിക്കാതെ UDF ആയിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരും നാട്ടുകാരെ അയിമരാണ്. അതിൽ പ്രിയപ്പെട്ട ആരെങ്കിലും പ്രാവശ്യം നിൽക്കുന്നുണ്ടോ മത്സരം? അങ്ങനെയൊന്നുമില്ല. അതിലിപ്പോൾ LDF തന്നെ വീണ്ടും വരും, അത് UDF കയറും, എന്താണ്? LDF എന്ന് പറയുമ്പോൾ മൂപ്പര് 2012 മുതൽ ഇപ്പോൾ ഇവിടെ എലത്തൂർ ഉള്ള ആളാണ്, മറ്റേ AK ശശീന്ദ്രൻ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂപ്പര് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മുഖ്യമന്ത്രി എങ്ങനെ ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രി കുഴപ്പമൊന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം കുറച്ച് പ്രശ്നമെങ്കിലും പിന്നെ അടിപൊളിയായി, ലാസ്റ്റിലേക്ക് അടിപൊളിയായി. ഇനി അവരെന്നെ വരണം, LDF വരണം. അങ്ങനെ പോകുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വോട്ട് ചെയ്യട്ടെ. നമ്മുടെ MLA-മാരൊക്കെ ഉണ്ട് ഇവിടുത്തെ കോഴിക്കോട്ടത്തെ എല്ലാവരും അത്യാവശ്യം നല്ല ആൾക്കാരാണ്. LDF ഇനി വീണ്ടും വരുമോ? വരണം. എന്താ അങ്ങനെ പറയാം? ഇത്രയും വികസനം ഉണ്ടല്ലോ, അപ്പോൾ LDF വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. UDF എങ്ങനെയാണ് സാധ്യത ഉണ്ട് തോന്നുന്നുണ്ടോ? അറിയില്ല, ആരായാലും വരട്ടെ. LDF വരണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ശ്രദ്ധേയമാകുന്ന ഇടമാണ് മുതലപ്പുഴി. നിരവധി പ്രതിസന്ധികൾ മുതലപ്പുഴിയിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അവിടുത്തെ ജനത. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അഞ്ചുതെങ്ങിലെ മുതലപ്പുഴി. ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ നിത്യവൃത്തിക്കായി കടലിലേക്ക് പോകുന്നയിടം. നിരന്തരം അപകടങ്ങളും ആ അപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവഹാനിയും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്കും മുതലപ്പുഴയുടെ മണ്ണ് സാക്ഷിയായിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുൻപുണ്ടാകാറുള്ള അപകടങ്ങൾ കുറഞ്ഞതായി മുതലപ്പുഴി നിവാസികൾ പറയുന്നു. എന്നാൽ കടൽ കയറി വീട് നശിക്കുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട്. വോട്ട് ചെയ്യും, ഞങ്ങൾ വോട്ട് ചെയ്യും. നമ്മളൊരു വോട്ട് പാഴാക്കുമോ മക്കളെ? നമ്മൾ പാഴാക്കുന്നില്ല, ഒരിക്കലും പാഴാക്കൂല. നമുക്ക് ആ വാഗ്ദാനം പാലിക്കപ്പെടാതാണ് നമുക്കുള്ള വിഷമങ്ങൾ വരുന്നത്. അവർ വന്നര സമയം പൂവേ പൊന്നിയെന്ന് പറഞ്ഞൊക്കെ വരും, പിന്നെ അവരെ കാണാൻ കൂടെ കിട്ടത്തില്ല. മെഞ്ഞാന്നില്ല, പാലത്തിൻ്റെ അടുത്ത ലൈറ്റ് അത്രയും പോയി കിടക്കും. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും, ഒരു എണ്ണം പോലും കത്തുന്നില്ല. ആര് ജയിച്ചാലും അവർ ചെയ്യാനുള്ളത് കിട്ടാനുള്ളത് ആ പാവങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലാതെ മുഖപ്രീതി വെച്ചൊന്നും വാങ്ങിക്കൊടുക്കണം. എല്ലാവർക്കും ചെയ്യണം. ഞങ്ങളൊക്കെ വിധവകളാണ്, ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഒരു കിടക്കാടം പോലും ഇല്ലാതെ ഞങ്ങൾ കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലം മാത്രമുണ്ട്, അത് നൂത്തി കെട്ടാൻ പോലും ഞങ്ങൾക്ക് നൂത്തി കെട്ടണമെങ്കിൽ തന്നെ അത് മനസ്സുറച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും പൈസയും ചിലവാക്കി നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകൾ ഉപേക്ഷിച്ച് വാടക വീടുകളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാകുകയാണ് പലരും. നിലവിലെ ഉപജീവനമാർഗം ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലെ വീടുകളിലേക്ക് ചേക്കേറുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. നമ്മുടെ അവസ്ഥ നമുക്ക് കിടക്കാൻ ഇടമില്ലേ, കടൽ കയറ്റാൻ ഭയങ്കര. അവരിവിടെ മുട്ടടിക്കാൻ ഇട്ടാണ്ട് താഴമ്പളില്ലേ ഓട്ട് അവർക്ക് ആളുകൾക്ക് വേണ്ടി അവരടിക്കുന്നു, എന്നിട്ട് ആളുകൾക്ക് അടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന് ശേഷം തങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല എന്ന പരാതിയാണ് ഇവിടുത്തുകാർക്ക്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ മാറ്റം വേണമെന്നുള്ളതാണ് മുതലപ്പുഴി നിവാസികളുടെ നിലപാട്. മുതലപ്പുഴിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ എന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം മുതലപ്പുഴിയിലെ ജനങ്ങൾ നേരിടുന്ന പല വെല്ലുവിളികളും പ്രതിസന്ധികളും ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനവർ വോട്ട് ചെയ്യാനിറങ്ങുന്നതും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. താനൊരു വർഗീയ പരാമർശവും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്.
കഴിഞ്ഞ 50 കൊല്ലമായി ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് വന്നില്ല എന്ന് മാത്രമാണ് താൻ ചോദിച്ചത്. എന്ത് കേസ് വന്നാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഗോപാലകൃഷ്ണൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥി വി ഗോപാലകൃഷ്ണന്റെ പ്രചരണം തുടരുകയാണ്. അദ്ദേഹം വീടുകളിലേക്കൊക്കെ കയറിയുള്ള പ്രചരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഗോപേട്ട, പ്രധാനമായും ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇതിനോടൊക്കെയുള്ള ഗോപേട്ടനൊരു പ്രതികരണം എന്താണ്? അല്ല, എന്താണ് വിവാദ പ്രസ്താവന? അതായത് മാധ്യമങ്ങളടക്കം പറയുന്നത് ചില വർഗീയ പരാമർശങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഗോപേട്ടൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ളൊരു പ്രതികരണം എന്താണ്? ശരി, വർഗീയത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് ഈ വർഗീയത? വർഗീയത എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന വർഗീയത വേറൊരു മതത്തിനെതിരായി ഞാൻ പറയുമ്പോഴാണ് ഇവരുടെ ഭാഷയിൽ അത് വർഗീയതയാവുക. ഞാൻ ഏതെങ്കിലും മതത്തിനെതിരായി പറഞ്ഞോ? ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് 1980 ശേഷം ഒരു ഹിന്ദു MLA ഈ ഗുരുവായൂരുണ്ടായിട്ടില്ല. ക്ഷേത്രത്തിനെ മിത്തായി കാണുന്നവർ, ഗുരുവായൂരപ്പൻ മിത്തായി കാണുന്നത്, ഗുരുവായൂരപ്പൻ മിത്താണെന്ന് പറയുന്നവർ, നിലവിളക്ക് ഹറാമാണെന്ന് പറയുന്നവർ, അവരെ മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുള്ളൂ. അതെന്താ കാരണം? അതെന്തുകൊണ്ടാണെന്ന് എൻ്റെ ചോദ്യം. ഇവിടെ ബേബി ജോൺ മാഷ് ഉണ്ടായിരുന്നു, ഇവിടെ കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, ഇവിടെ VT ബലറാമൻ ഉണ്ടായിരുന്നു, ഇവിടെ ഗീതാഗോപിയുണ്ട്, ഇവിടെ വത്സരാജുണ്ട്, ഇവിടെ കൃഷ്ണദാസുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരാരും സ്ഥാനാർത്ഥിയാക്കൂല. ഇവരിവിടെ സ്ഥാനാർത്ഥിയാക്കുക ഈ അമ്പലക്കൊള്ളക്കാരും അമ്പലവിരോധികളും ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ ഹറാമായി പ്രഖ്യാപിക്കുന്നവരെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മിത്താണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞാൻ തുറന്നു കാണിച്ചു. അത് ഞാൻ ഒരു മതത്തിനെതിരല്ല. കുടിവെള്ളം ഒരു ടൗൺഷിപ്പിൽ, പ്രത്യേകിച്ച് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഈ ഗുരുവായൂരിൽ കുടിവെള്ളം വേണ്ടേ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീട്ടിലെ കിണറ്റിലെ കുടിവെള്ളം ഇവിടുത്തെ MLA കുടിക്കോ? ഞാൻ വെല്ലുവിളിക്കുക. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് കുടിക്കോ? ബാക്ടീരിയയാണ് എല്ലാ വെള്ളത്തിലും. അതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾ ഹാജരാക്കി. ഇദ്ദേഹം ഇവിടുത്തെ തിരുമേനിയാണ്. അദ്ദേഹത്തോട് ചോദിക്കൂ. മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ, മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് പറഞ്ഞതാണ് കളക്ടറോട്. എൻ്റെ ഇവിടുത്തെ MLAക്ക് ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു നല്ല കുടിവെള്ളം കൊടുത്തുകൂടാ? ജയിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കലായിരിക്കും. ഞങ്ങൾ മുന്നോട്ട് വെച്ച 10 കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ കുടിവെള്ളം കൊടുക്കണം. ഭക്തന്മാരോട് വളരെ മാന്യമായി, ഭക്തന്മാരോട് സ്നേഹത്തോടെ പെരുമാറണം. അതിനുവേണ്ട സൗകര്യം ഒരുക്കണം. ക്ഷേത്രത്തിലെ കള്ളത്തരം അവസാനിപ്പിക്കണം. ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും BJP ഉണ്ടാക്കും. വിജയപ്രതീക്ഷ, ജനപിന്തുണ അതൊക്കെ എത്രത്തോളം ഉണ്ട്? എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് വിജയപ്രതീക്ഷയോടെയാണ്. ആ വിജയപ്രതീക്ഷ 100% ഉണ്ട്. ജനപിന്തുണയാണ് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ഈ കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞത് ജനങ്ങളാണ്. ഞാൻ പറഞ്ഞു ജനപിന്തുണയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ബി ഗോപാലകൃഷ്ണനാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ ശുഭപ്രതീക്ഷയുണ്ട്. ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല. താൻ ഇതുവരെ വർഗീയ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ വിജയം കൈവരിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്കും ഉണർവുണ്ടാകണം. ഇതാണ് BJPയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രിയും കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥിയുമായ ജോർജ് കുര്യൻ. കേന്ദ്ര പദ്ധതികൾ ധാരാളം ഉണ്ടായിട്ടും മോദി സർക്കാരിന് ക്രെഡിറ്റ് ലഭിക്കാതിരിക്കാൻ ഇവിടെ മനഃപൂർവ്വം നടപ്പാക്കാതിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നും ജോർജ് കുര്യൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം കാഞ്ഞിരപ്പള്ളി തന്നെയാണ്. ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDAക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. മാറാത്തതും മാറും എന്ന ഒരു സ്ലോഗനുമായി BJP കേരളത്തിൽ ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് BJPക്ക് മൊത്തത്തിൽ ഈ 140 സീറ്റുകളിലുള്ളത്? NDA ഭരണത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന അതാണ്. കാരണം 20% വോട്ടുണ്ട് NDAക്ക് കേരളത്തിൽ. അത് 30%, 25-30% ആയി കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം BJP അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടും, കഴിഞ്ഞ തവണയുമായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. ഇത്തവണ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കാഞ്ഞിരപ്പള്ളിയെ വളരെ സീരിയസ് ആയി തന്നെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്രയും ദിവസങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം പ്രതീക്ഷയാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കാണുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് ഇവിടെ അനുകൂലമായി കാണുന്നത്? അല്ല, ജനങ്ങളിവിടെ വികസനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എല്ലാവർക്കും വീട്, എല്ലാവർക്കും വെള്ളം,
എല്ലാവർക്കും വൈദ്യുതി, അങ്ങനെ എല്ലാവർക്കും അരിയും കൊടുക്കുന്നു, പാവപ്പെട്ടവർക്കെല്ലാം അരിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ജൽജീവൻ പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്ന് ഇവർ നടപ്പിലാക്കിയാൽ മതി. അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകുമോ എന്ന് ഭയത്തിട്ടാണ് ഈ ഇവിടുത്തെ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാതിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. പദ്ധതിയുണ്ട്, പണമുണ്ട്, പണം കൊടുക്കുന്നുമുണ്ട്, അത് വിനിയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന വികസന രംഗത്ത് കാഞ്ഞിരപ്പള്ളി വളരെ പിന്നിലാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ, ആധുനികമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ തൊഴിൽശാലകൾ, ഒരാൾക്കും തൊഴിലെടുക്കാനുള്ളൊരു സംവിധാനമില്ല. ഇവിടെ വളരെയധികം അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടെ പരാജയപ്പെടുകയാണ്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് മലയാളികൾ വിദേശത്ത് പോയിട്ട് റെമിറ്റൻസ് കൊണ്ടാണ് ഇവിടെ ഈ ഓരോ വീട്ടിലും കുറച്ച് പൈസയും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത്, അല്ലാതെ ഇവിടുത്തെ ആരുടെയെങ്കിലും സംഭാവന കൊണ്ടല്ല. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലം വീടുകളിലൊന്നും ചെറുപ്പക്കാരില്ല, മുതിർന്നവർ തന്നെയായിട്ട് മാറിയിരിക്കുന്നു. വീടുകളെല്ലാം തന്നെ മുതിർന്നവർ തന്നെയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു വലിയ സാമൂഹ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ജനങ്ങളത് ബോധ്യപ്പെടുന്നു. ഓരോ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ല. ആര് ഭരിച്ചാലും ഈ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറുമല്ലോ, അത് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി മാറിയാലും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് NDA വേഴ്സസ് ഇന്ത്യ അലയൻസാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്ന് ഇവിടെ കാർഷിക മേഖലയാണ്. കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ കൂടുതലും കാർഷിക മേഖലയാണ്. റബ്ബർ ഇവിടുത്തെ ഒരു പ്രധാന വിള തന്നെയാണ്. കാർഷിക മേഖലയായ കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി റബ്ബറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരിക, തൊഴിൽ സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതാണ് ഞാൻ മുമ്പേ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് റബ്ബറിൻ്റെ വില കൂട്ടാനുള്ള ശ്രമം അത് ഞങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച്, അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് കപ്ലംബ് എന്ന് പറയുന്ന ബ്ലോക്ക് റബ്ബർ ഉണ്ടാക്കുന്ന കപ്ലംബിൻ്റെ ഇറക്കുമതി നിരോധിച്ചു. അതോടുകൂടി റബ്ബറിൻ്റെ വില കൂടിത്തുടങ്ങി. മറ്റൊന്ന്, ഈ കർഷകർക്ക് കൊടുക്കുന്ന റീപ്ലാന്റേഷൻ കൊടുക്കുന്നത് 25,000 രൂപയായിരുന്നു, അതിപ്പോൾ 40,000 രൂപയാക്കി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റബ്ബർ വെട്ടുന്ന അവസരത്തിൽ മഴക്കാലത്ത് വെട്ടാൻ പറ്റാതെ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉള്ളത് ആ കാലഘട്ടത്തിലാണ്. അതിന് കവറൊക്കെ ചെയ്യുന്നതിനുള്ള, ഷീൽഡ് ഇടുന്നതിനുള്ള, അത് സൗജന്യമായിട്ട് കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്കുള്ള മറ്റ് പെൻഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റബ്ബർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടങ്ങിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ ആരും പുറത്തു പോകേണ്ടി വരികയല്ല. ഏതാണ്ട് ഇവിടുത്തെ ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് റബ്ബറും, അതുപോലെ തന്നെ ഇവിടെ ജാതിക്കയുണ്ട്, ഇവിടെ ഏലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കമ്പനികൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് ഡേവിഡ് കറ്റാലയുടെ പകരക്കാരനെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ബാംഗ്ലൂരു FC-യുടെ മുൻ പരിശീലകൻ ആഷ്ലി വെസ്റ്റുഡിയുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ സീസണിൽ 6 മത്സരങ്ങളിൽ 5ഉം തോറ്റതോടെയാണ് മുഖ്യ പരിശീലകനായ ഡേവിഡ് കറ്റാലയെ പുറത്താക്കിയത്. പോയിന്റ് ടേബിളിൽ 13ാമത്തെ സ്ഥാനമാണ് ടീമിനുള്ളത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.